DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് പാൻ കാർഡ്. പാൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആദായനികുതി വകുപ്പ്. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായേക്കാം. വഞ്ചനാപരമായിട്ടുള്ള മെയിലുകൾക്കും ഔദ്യോഗിക പോർട്ടലായി ആൾമാറാട്ടം നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കുമെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആദായനികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. നികുതി റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ട് വ്യാജ ഇമെയിലുകളിലൂടെയും ഇ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളെയും കുറിച്ച് ജാഗ്രത പാലിക്കാൻ വകുപ്പ് നികുതിദായകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമമായ എക്സിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പിൻ നമ്പറുകൾ, പാസ്വേഡുകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ വഴി ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്നും തങ്ങൾ ആവശ്യപ്പെടില്ല എന്നും വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന സ്വർണ്ണവിലയിൽ ഇന്നും വർധനവാണ്. പവന് 400 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു. 94,520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 50 രൂപയാണ് വർദ്ധിച്ചത്. 11,815 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇത്തരത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ 1 ലക്ഷത്തിലധികം രൂപ നമ്മൾ നൽകേണ്ടതായി വരും. അടുത്ത അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും തുക വിതരണം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ കുറ്റമറ്റ രീതിയിൽ സുതാര്യമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് KYC ഏർപ്പെടുത്തുവാൻ ഒരുങ്ങുകയാണ്. എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ആധാറുമായി ബന്ധിപ്പിക്കുന്ന ഒരു KYC നടപടി പൂർത്തിയാക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം. വിവിധ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ തലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇതിന്റെ നിർദ്ദേശങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈമാറിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തീയതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചേക്കും. അതിനാൽ തന്നെ വിവിധ കാരണങ്ങളാൽ നിലവിൽ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിക്കിടക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്ററിംഗ് ചെയ്യാതെയും മുൻകാലങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാത്തതുകൊണ്ടുമൊക്കെ പലർക്കും ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല. അതുപോലെ 60 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവ, അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് പുനർവിവാഹിത, വിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രമൊക്കെ നൽകാത്തത് മൂലവും പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാസങ്ങളായി പെൻഷൻ മുടങ്ങിയവരെ ഇപ്പോൾ വാർഡ് മെമ്പർ വഴിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വഴിയും വാർഡ് തല വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുമൊക്കെ തടസ്സങ്ങൾ മാറ്റുവാനായി സാക്ഷ്യപത്രങ്ങൾ, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ പല പഞ്ചായത്തുകളും അറിയിക്കുന്നുണ്ട്. ആവശ്യപ്പെട്ട നിർബന്ധിത സാക്ഷ്യപത്രങ്ങൾ നൽകുകയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അത് പൂർത്തീകരിക്കുകയും ചെയ്താൽ ക്ഷേമ പെൻഷൻ തുടർന്നും അവർക്ക് ലഭിക്കുന്നതാണ്. ഈ അറിയിപ്പുകൾ ലഭിക്കാത്തവരാണെങ്കിലും 2 മാസത്തിലധികം പെൻഷൻ ലഭിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ക്ഷേമ വിഭാഗം ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. അതോടൊപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ മാസത്തിൽ പെൻഷൻ തുക 3,200 രൂപ വിതരണം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. പല മാധ്യമങ്ങളും അത്തരത്തിൽ റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ഒക്ടോബർ മാസത്തെ 1,600 രൂപയും കുടിശ്ശികയിൽ ശേഷിക്കുന്ന 1,600 രൂപയും ചേർത്ത് 3,200 രൂപയുടെ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത. അടുത്തയാഴ്ചയോടെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടായേക്കും. എന്തായാലും ഒക്ടോബർ മാസത്തിൽ തനത് മാസത്തെ പെൻഷനും കുടിശ്ശിക പെൻഷനും ചേർത്ത് 3,200 രൂപയുടെ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത. ഇത്തരത്തിൽ 3,200 രൂപയുടെ വിതരണം ഉണ്ടായാൽ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരാശ്വാസമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.